തുർക്കിയെ തടഞ്ഞാൽ ഗസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ. ഇതോടെ ഗസയിലേക്ക് സമാധാന സേനയെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ ഔദ്യോഗികം എന്ന തലത്തിലുള്ള പ്രസ്താവന അറേബ്യൻ മീഡിയകളിലും പത്രങ്ങളിലുമൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നത്. അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം, അമേരിക്കൻ സൈന്യത്തിൻ്റെയോ ഇസ്രായേൽ സൈന്യത്തിൻ്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമായിട്ട് അറബ് സേനയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയില്ല, അങ്ങനെ തങ്ങൾ സൈന്യത്തെ വിട്ടുതരികയില്ല. ഈജിപ്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത്. എന്നാൽ അത് അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടി പിന്നീട് ഈജിപ്ത് തന്നെ തങ്ങൾ സൈന്യത്തെ അയക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി. പിന്നീടാണ് തുർക്കിയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അങ്ങനെ തുർക്കി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഗസയിലേക്ക് സമാധാന ദൗത്യവുമായിട്ട് സന്നദ്ധ സംഘത്തെയും സംവിധാനത്തെയും അയക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനെ ഇസ്രായേൽ എതിർത്തിട്ടുണ്ടെങ്കിലും പിന്നീട് ഇസ്രായേലിന് അത് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവരാ പ്രവൃത്തി പൂർത്തിയാക്കി എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് സമാധാന സേനയ്ക്ക് വേണ്ടിയിട്ട് തുർക്കി നേതൃത്വം നൽകും എന്നൊരഭിപ്രായം പുറത്തു വന്നത്. തുർക്കി നേതൃത്വം നൽകും എന്ന് പറഞ്ഞതോടു കൂടിയിട്ട് ഇസ്രായേൽ അതിനെ എതിർക്കുകയും ചെയ്തു. തുർക്കിയുടെ സൈന്യത്തെയോ സംഘത്തെയോ തങ്ങളുടെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ഗസയിൽ നിന്നുള്ള ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. എന്നാൽ അത് തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും തങ്ങളുടെ ദൗത്യ സംഘം തീർച്ചയായിട്ടും ഗസയിലേക്ക് പ്രവേശിക്കും, ഗസ എന്ന് പറയുന്ന രാജ്യം അത് ഇസ്രായേലിൻ്റെതല്ല, അത് ഫലസ്തീനികളുടേതാണ്, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ഇസ്രായേൽ ആരും വകവെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള പ്രകോപനമായിരിക്കുന്ന നിലപാടാണ് തുർക്കിയുടെ ഭാഗത്തുണ്ടായത്. ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് തുർക്കിയുടെ സൈന്യത്തെ തങ്ങളുടെ മേഖലയിലേക്ക് അയക്കുകയില്ല എന്ന്. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പറഞ്ഞത് തുർക്കിയുടെ സൈന്യത്തെ അയക്കാത്തൊരു മേഖലയിലേക്ക് തങ്ങളുടെ സൈന്യത്തെയും അയക്കില്ല എന്ന്. അതോടുകൂടി ഈ മേഖലയിൽ വിഷയങ്ങൾ പിന്നീടും ഉടലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പ്രധാനമായി പറയുന്ന കാര്യങ്ങളിലൊന്ന്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹമാസിനെ പൂർണ്ണമായ രീതിയിൽ നിരായുധീകരിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതവർ പല ഘട്ടത്തിലും പറയുന്നുണ്ട്. എല്ലാവിധ രീതിയിലുള്ള പ്രയാസം അവർ അനുഭവിക്കുന്നത് ഹമാസിൻ്റെ കാരണത്താലാണ്. 2 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടും അവരെ കീഴ്പ്പെടുത്താനോ പരാജയപ്പെടുത്താനോ വേണ്ടി സാധിക്കില്ല. സജീവമായിരിക്കുന്ന സാന്നിധ്യമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. അവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങളും സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങളും എല്ലാം നൽകുന്നുണ്ട് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ. പല ഘട്ടങ്ങളിലും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിന് പ്രത്യേകമായിരിക്കുന്ന സംഘത്തെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടും യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഇസ്രായേലിനുണ്ടായത്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഈ തുർക്കിയുമായിട്ട് കൊമ്പ് കോർക്കുന്ന ഒരു രീതിയാണ്. തുർക്കി വളരെ കണിശമായിരിക്കുന്ന ചില നിലപാടുകളാണ് പറഞ്ഞത്. അത് UN സഭയിൽ ഭീകരവാദിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിലെ പ്രധാനമന്ത്രിക്കെതിരെ മറ്റൊരു രാജ്യത്തിലെ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇത്തരം ഒരു അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത് ഇതാദ്യമായിട്ടാണ്. അത് വലിയ നാണക്കേടായി ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഇസ്രായേൽ ആ കാര്യം പറയുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിലെ അധികാരികളെ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയോ ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് തുർക്കി ഇത് പറഞ്ഞത് എന്നുള്ള ചോദ്യം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. തുർക്കി കണിശമായ രീതിയിൽ അത് പ്രതികരിച്ചു എന്ന് മാത്രമല്ല, തുർക്കിയുമായിട്ട് സഹകരിക്കുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തിയാൽ അറസ്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയും യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ എന്ന് പറയുന്നത് തുർക്കിയിൽ ഈ ഗസക്കകത്ത് ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. ആ അനിവാര്യതയെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് പറയുന്നത് അവിടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം, ദശകോടികളുടെ സഹായങ്ങൾ ലോകരാജ്യങ്ങളെല്ലാം ഗസക്ക് വേണ്ടി നൽകുകയും പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രവർത്തിക്ക് ആക്കം കൂട്ടാനും തയ്യാറാണ്. പക്ഷേ അവിടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ സാമ്പത്തിക സഹായങ്ങളെല്ലാം ഹമാസിൻ്റെ കൈവശത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. അത് തയ്യാറാകുന്ന രാജ്യങ്ങളെയൊന്നും അമേരിക്ക അനുവദിക്കുന്നില്ല.
അങ്ങനത്തെ ഒരു സങ്കീർണ വിഷയങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടേക്ക് വരേണ്ടത് ഈ സമാധാന സേനയിൽപ്പെട്ട അറബ് രാജ്യങ്ങളിൽപ്പെട്ട സൈനികരാണ്. ഈ സൈനികരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്താണ് തുർക്കിയുടെ വിഷയങ്ങൾ വരുന്നത്. നേതൃത്വപരമായിരിക്കുന്ന ഒരു പങ്ക് വഹിക്കാൻ വേണ്ടിയിട്ട് ആ അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന അഭിപ്രായം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഈ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ ആരും ഈ കാര്യത്തിൽ വല്ലാത്ത രീതിയിൽ ഇടപെടലുകൾ നടത്തിയിട്ടില്ല. അവർ പറയുന്ന കാര്യം ഗസ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധഭൂമിയാണ്. ആ യുദ്ധഭൂമിൻ്റെ അകത്ത് വളരെ നിസ്സാരമായ രീതിയിലൊന്നും ഒരിക്കലും ഒരു സൈന്യത്തെ അയക്കാൻ വേണ്ടി സാധിക്കില്ല. 23 ലക്ഷം ഈ ഗസക്കാർ അല്ലെങ്കിൽ ഫലസ്തീനികൾ മാനസികമായ രീതിയിലും ശാരീരികപരമായ രീതിയിലും സാമ്പത്തികപരമായ രീതിയിലും എല്ലാം പ്രയാസത്തിലാണ്. അപ്പോൾ അവർ ഏത് തരത്തിലാണ് പ്രതികരിക്കുക, ഏത് തരത്തിലാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നിൽക്കുന്നിടത്തേക്ക് തങ്ങളുടെ രാജ്യത്തെ സൈന്യത്തെ അയക്കുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാകുമെന്നതിനാൽ അത് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട്. ആ സമയത്താണ് തുർക്കി പറഞ്ഞത് തങ്ങളുടെ സൈന്യത്തെ അയക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ളത്. അതോടുകൂടി മറ്റുള്ള രാജ്യങ്ങളെല്ലാം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഈ പിന്തുണയായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ വിഷയമാക്കി ഇസ്രായേൽ എടുത്തുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: തുർക്കി എന്ന് പറയുന്ന രാജ്യം ഹമാസിന് അഭയം നൽകുന്ന രാജ്യമാണ്. മാത്രവുമല്ല ഫലസ്തീനിലെ ഈ ഹമാസിൻ്റെ ആളുകൾ പല നേതാക്കന്മാരും ഇപ്പോഴും തുർക്കിയിലുണ്ട്. അവർ സംരക്ഷണം നൽകുകയാണ്. അങ്ങനെ സംരക്ഷണം നൽകുന്ന, അതായത് ഹമാസിനെ ഏത് തരത്തിൽ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായിട്ടും തങ്ങൾ എന്ത് ചെയ്യില്ല, തങ്ങൾ സന്ധി ചേരില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തെ ബഹിഷ്കരിക്കണം, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണമെന്നാണ്. ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് മറ്റുള്ള അറബ് രാജ്യങ്ങളും അതിൽ നിന്ന് പിന്മാറിയതോടെ പിന്നീട് കടുത്ത പ്രതിസന്ധി ഇസ്രായേലിൽ തന്നെ ഉണ്ടായി. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് സർവ്വ മേഖലയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള സർവാധിപത്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 55% ഗസയുടെ ഭാഗങ്ങൾ ഇപ്പോൾ ഹമാസിൻ്റെ കൈവശത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച സമയത്ത് 15% താഴെ മാത്രമാണ് ഹമാസിന് അവിടെ അധികാര കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നു. അവിടേക്ക് ഹമാസ് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സർവാധിപത്യം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളും തുടങ്ങി. അങ്ങനെ ഏറെക്കുറെ 55% ഇപ്പോൾ ഗസയുടെ ഭാഗങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് 1.5 ലക്ഷത്തോളം ഇസ്രായേലി സൈന്യം ഗസയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ പ്രകാരമോ യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്നു, ഗസയിൽ നിൽക്കും. കരാർ എന്ന് പറഞ്ഞാൽ IDFും ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് തമ്മിലുണ്ടാക്കിയ കരാറാണ്. അവരെ തുടരണം എന്നുള്ളതാണ്. ആ തുടരണം എന്നുള്ള കരാർ വ്യവസ്ഥയിൽ അവരങ്ങനെ തുടരുന്നതിനോടനുബന്ധിച്ചാണ് മറ്റൊരു ഭാഗത്ത് ഹമാസ് ശക്തി ആർജിക്കുന്നത്. ആ ശക്തി ആർജിക്കുന്നത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുകയും അതോടനുബന്ധിച്ച് വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിൽ ഏറ്റുമുട്ടലുകളും മരണങ്ങളും പരിക്കേൽക്കുന്നതും അടക്കമുള്ള വലിയ സംഘർഷാവസ്ഥയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു സമാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വീണ്ടും ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി സൈന്യത്തെ അയക്കില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എല്ലാം നിന്ന് കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ നിന്ന് കിടക്കുന്നത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥാ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറാനെ ഒതുക്കാൻ കഴിയില്ലെന്ന് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ബോധ്യപ്പെട്ട കാര്യവും അതോടൊപ്പം തന്നെ അമേരിക്കക്ക് ബോധ്യപ്പെട്ട കാര്യം നിസ്സാരമായിരിക്കുന്ന രാജ്യമല്ല ഈ ഇറാൻ എന്ന് പറയുന്നത്. അവരുടെ കൈവശത്തിൽ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ട് എന്ന് മാത്രമല്ല, അത് പ്രയോഗിക്കാനുള്ള ആയുധങ്ങളും അതോടൊപ്പം തന്നെ ആ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച സൈനികരും ഇവരുടെ കൂടെ ഉണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. വലിയ രീതിയിലുള്ള പണം അവർക്ക് ഈ സൈനികപരമായ രീതിയിലും പ്രതിരോധ രംഗത്തും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആയുധങ്ങൾ ഉണ്ടായതുകൊണ്ട് പ്രശ്നങ്ങൾ തീരുന്നില്ല. അവരുടെ രാജ്യത്തിലെ ജനങ്ങൾ അവരിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ യുദ്ധം ചെയ്യുകയും ഗസ കീഴടക്കാനുള്ള ശ്രമം നടത്തുകയും ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്ത യാഥാർത്ഥ്യത്തിനപ്പുറം ഇസ്രായേലിൻ്റെ അകത്ത് ജീവിക്കുന്ന ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികപരമായിരിക്കുന്ന വലിയ പ്രയാസം, വലിയ ബുദ്ധിമുട്ടുമുണ്ട്.
അവരിൽ നിന്ന് പല ആളുകളും ആ രാജ്യം വിട്ടു പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അതിജീവന മാർഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അമേരിക്കയുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും യഥാർത്ഥത്തിൽ തുർക്കി സൈന്യത്തെ ഗസയിലേക്ക് അയക്കുന്നില്ലെങ്കിൽ അറബ് സൈന്യം ഈ ഗസയിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി പുതിയ തന്ത്രങ്ങളും പുതിയ രൂപങ്ങളും ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. ഈ ഗസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ സൈന്യം വീണ്ടും പ്രയാസത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.